NSS പരിപാടിയിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ തുണിഞ്ഞ RSS നേതാവിനെ ഇറക്കിവിട്ട് NSS കരയോഗാംഗങ്ങൾ. തൃശൂർ മാളയിൽ NSS സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിലാണ് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നം അരങ്ങേറിയത്. RSSന്റെ പ്രചരണ വേദിയാക്കി NSSനെ മാറ്റാൻ അനുവദിക്കില്ല എന്ന ഒരു വിഭാഗം ആളുകളുടെ നിലപാടിനെ തുടർന്ന് പരിപാടി തടസ്സപ്പെടുകയായിരുന്നു. തുടർന്ന് മാള പോലീസ് എത്തി പരിപാടി നടത്തുന്നതിനുള്ള അനുമതി നിഷേധിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ ഭാരതാംബ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കവെയാണ് മാളയിൽ നിന്നും മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നത്. നിലവിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കടുക്കുകയാണ്. ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. BJP കേരളം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ദേശീയ പതാകയേന്ത്യ ഭാരതാംബയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പോസ്റ്ററിൽ നിന്നും RSS ഉപയോഗിക്കുന്ന അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷമായി. ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവനുമായി തുറന്ന പോരിനൊരുങ്ങുകയാണ് സർക്കാർ. ഭാരതാംബയും നിലവിളക്കും തുടരുമെന്ന തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. വിഷയം സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് സർക്കാരാണെന്നും ഗവർണർ ആരോപിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇറങ്ങിപ്പോക്കിൽ രാജ്ഭവന് കടുത്ത അതൃപ്തിയുണ്ട്. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകാൻ രാജ്ഭവൻ തീരുമാനിച്ചതായി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഔദ്യോഗിക ചടങ്ങുകളിൽ ചിത്രം വെക്കുന്നതിന് തടയിടാനുള്ള നിയമസാധുത തേടുകയാണ് സർക്കാർ. നിയമവകുപ്പ് നിലപാടറിഞ്ഞ ശേഷം രാജ്ഭവനെ ഔദ്യോഗികമായി എതിർപ്പറിയിക്കാനാണ് നീക്കം. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രങ്ങൾ പുഷ്പാർച്ചന നടത്തണമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിൽ വിസമ്മതിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷി വകുപ്പും മാറ്റിയിരുന്നു.